ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി നടന്ന ആവേശ പ്രകടനത്തിനിടെ സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷാവസ്ഥയുണ്ടായി. കരുനാഗപ്പള്ളിയിൽ കലാശക്കൊട്ടിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. തുടർന്നുണ്ടായ പോലീസ് ലാത്തിച്ചാർജിലും കണ്ണീർ വാതക പ്രയോഗത്തിലും കോൺഗ്രസ് നേതാവ് CR മഹേഷ് MLA, CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കൊടി, 2 പോലീസുകാർ, 4 BJP പ്രവർത്തകർ എന്നിവർക്കടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. കേന്ദ്ര സായുധ സേന സ്ഥലത്തെത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. നെയ്യാറ്റിൻകരയിലും കലാശക്കൊട്ടിനിടെ സംഘർഷമുണ്ടായി. LDF BJP പ്രവർത്തകർ തമ്മിലാണ് ആദ്യം സംഘർഷമുണ്ടായത്. പിന്നീട് LDF UDF പ്രവർത്തകർ തമ്മിലും വാക്കേറ്റമുണ്ടായി. പിന്നാലെ പോലീസ് ലാത്തിച്ചാർജുമുണ്ടായി. മഴ പെയ്യുന്നതിനിടെ KSRTC ബസ്സിന് മുകളിൽ കയറി കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. ബസ്സിനും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറത്ത് UDF LDF സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തി വീശി. തൊടുപുഴയിൽ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. UDF വാഹനത്തിന് മുകളിൽ LDF പ്രവർത്തകർ കൊടിനാട്ടാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത്. തുടർന്ന് പോലീസും നേതാക്കളും ചേർന്ന് പ്രശ്നം പരിഹരിച്ചു. കൽപ്പറ്റയിൽ LDF DMK പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. DMK പ്രവർത്തകരുടെ കൊടികൾ വലിച്ചു കീറി. പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പൂവച്ചലിൽ കലാശക്കൊട്ടിനിടെ UDF പ്രവർത്തകൻ LDF പ്രവർത്തകന്റെ മുഖത്ത് വിരൽ കൊണ്ട് കുത്തിയത് തർക്കത്തിനിടയാക്കി. തുടർന്ന് ഉന്തും തള്ളും നടന്നു. ആര്യനാട് നടന്ന കൊട്ടിക്കലാശം സംഘർഷാവസ്ഥയിലെത്തി. പോലീസ് പറഞ്ഞയിടത്തല്ല LDF പ്രവർത്തകർ നിന്നത് എന്നാരോപിച്ച് UDF പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. പത്തനാപുരത്ത് കൊട്ടിക്കലാശത്തിനിടെയുണ്ടായ LDF UDF സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വൈകിട്ട് 6 മണിയോടെയാണ് കൊട്ടിക്കലാശം അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.